ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കക്ക ഇറച്ചി റോസ്റ്റാണ്. ഇതുണ്ടെങ്കിൽ നമുക്ക് കപ്പയും അതുപോലെ തന്നെ ചോറെല്ലാം കഴിക്കാനായിട്ട് വേറെ ഒരു കറിയും വേണ്ട. ഇതിനു വേണ്ടി ഏകദേശം 300 ഗ്രാമോളം കക്ക ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് വൃത്തിയാക്കി ഒരു ചട്ടിയിലിട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വേവിക്കണം. തിള വന്നാൽ ഉടനെ തന്നെ ഫ്ലെയിം കുറച്ചിട്ട് വെള്ളം വറ്റുന്നത് വരെ കുറഞ്ഞ തീയിലിട്ട് വേവിച്ചെടുക്കണം. ഞാനിവിടെ അങ്ങനെ അത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോഴേക്കും അതിലേക്ക് ചതച്ച വെളുത്തുള്ളി 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം നന്നായിട്ട് ചതച്ച ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്തൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1 സവോള കനം കുറച്ചെറിഞ്ഞത് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമുക്കിനി ഇതിലേക്ക് ഒരു പച്ചമുളക് കൂടി കീറിയത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് നമ്മുടെ ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മൂടിയൊന്നും വേവിക്കേണ്ട. നന്നായിട്ട് വഴറ്റിയിട്ട് ബ്രൗൺ കളർ ആകുന്നത് വരെ വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതുപോലെ തന്നെ എണ്ണ പോരാന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് എണ്ണ കുറച്ച് ഒഴിച്ച് കൊടുക്കണം. ഇത് വഴന്നു വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. സവാള നന്നായിട്ട് വഴന്നൊന്ന് നിറം മാറണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ റോസ്റ്റിന് അത്ര ടേസ്റ്റ് വരത്തില്ല. ഇവിടെ ഇപ്പോൾ സവാള ഏകദേശം ഒരു 3/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് സമയം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. നമുക്കൊരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇതിലേക്ക് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. പൊടിയെല്ലാം ചേർക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് തന്നെ വെച്ചേക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2.5 ടീസ്പൂണോളം മുളക് പൊടിയും 1.5 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പുളിയുടെ പച്ചച്ചവ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. എണ്ണ ചേർക്കുമ്പോൾ നമ്മുടെ പൊടിയെല്ലാം കരിഞ്ഞു പോവാതിരിക്കും. മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കക്ക ഇറച്ചി ചേർത്ത് കൊടുക്കാം. ഏകദേശം 300 ഗ്രാമോളം കക്ക ഇറച്ചിയാണ് വേവിച്ച് വെച്ചിരുന്നത്. അത് മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കുറഞ്ഞ തീയിലിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. കുറച്ച് സമയം എടുക്കും നന്നായിട്ട് മൊരിഞ്ഞു വരാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് ഇളക്കിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് കിട്ടും. ഇത് നന്നായിട്ട് മൊരിഞ്ഞു വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മൾ വേറെ എങ്ങും പോവാണ്ട് അതിൻ്റെ അടുത്ത് തന്നെ നിന്നുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. പറ്റുന്ന അത്രയും ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പം ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് സമയം കൂടെ ഒന്ന് മുറിച്ചെടുക്കണം. ഇപ്പം ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി നമുക്ക് ഈ കക്ക ഇറച്ചിയുടെ നടുക്കൊരു കുഴി ഉണ്ടാക്കിയെടുക്കണം. ഈ കുഴിയിലേക്ക് നമുക്ക് ചെറിയ തേങ്ങ ഒരു 1/2 കപ്പോളം ഇട്ട് കൊടുക്കണം. തേങ്ങയുടെ മുകളിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊരു 3-4 മിനിറ്റ് നമുക്ക് ഈ തേങ്ങ ഇങ്ങനെയൊന്ന് ഇളക്കിയെടുക്കാം. കക്ക ഇറച്ചിയുടെ മിക്സ് ചെയ്യാണ്ട് മാക്സിമം ഒന്ന് നടുക്ക് വെച്ച് തന്നെ ഒന്ന് ഇളക്കിയെടുക്കണം. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ തേങ്ങയുടെ പച്ചച്ചുവയിലൊന്ന് മാറിക്കിട്ടും. എന്നിട്ട് നമുക്ക് ഈ തേങ്ങയും കക്കയിറച്ചിയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 3-4 മിനിറ്റോളം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. തേങ്ങ നന്നായിട്ട് മുരിഞ്ഞ് വരുന്നതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ കുറച്ച് സമയം നമുക്കിത് ഇളക്കി എടുക്കണം. തേങ്ങ നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. തേങ്ങ നല്ല പാകത്തിനായിട്ട് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഏകദേശം 1 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കണം. ഗരം മസാലയും കൂടി ചേർത്തിട്ട് ഒരു 2 മിനിറ്റോളം നമുക്കൊന്ന് വഴറ്റിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നല്ല രുചികരമായ കക്ക ഇറച്ചി റോസ്റ്റിൻ്റെ റെസിപ്പി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് കക്ക ഇറച്ചി. കപ്പയുടെ കൂടെയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. അപ്പോൾ ഇതുപോലെ രുചികരമായ വേറൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.